മറ്റൊരു വാർത്തയിലേക്ക്. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി തുടരുന്നു. പരിശോധനയ്ക്കിടെ മയക്കുമരുന്നുമായി 2 അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടി. സൗത്ത് വെസ്റ്റ് ജില്ലയിൽ നിന്ന് മാത്രം ഇതുവരെ 30 അനധികൃത കുടിയേറ്റക്കാരെ ബംഗ്ലാദേശിലേക്ക് നാടുകടത്തി. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, അനുദിനം എന്നോണം അനധികൃതമായി രാജ്യത്ത് തമ്പടിച്ചിരിക്കുന്ന ബംഗ്ലാദേശികളെ തുരത്തുകയാണ് ഭാരതം ചെയ്യുന്നത്. വിവരങ്ങൾ. നിരുമ, ഡൽഹിയിൽ ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനുള്ള കർശനമായ പരിശോധന തുടരുകയാണ്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്തരത്തിലൊരു സമഗ്രമായ പരിശോധന. എല്ലാ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക ടീം തയ്യാറാക്കി ഡൽഹിയിൽ ഉടനീളം കർശനമായ പരിശോധന നടത്തുകയാണ്. ഇത്തരത്തിൽ പരിശോധന നടത്തവെയാണ് ഹെറോയിനുമായി, മയക്കുമരുന്നുമായി 2 അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഹമീദുൽ നസീമ എന്നിവരെയാണ് ജംഗ്പുരയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരെ രാജ്യത്ത് നിയമ നടപടികൾ സ്വീകരിച്ചതിന് ശേഷം ബംഗ്ലാദേശിലേക്ക് നാടുകടത്തും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം സൗത്ത് വെസ്റ്റ് DCP അറിയിച്ചിട്ടുള്ളത് സൗത്ത് വെസ്റ്റ് ജില്ലയിൽ നിന്ന് മാത്രം ഈ ഒരു പരിശോധന തുടങ്ങിയതിനു ശേഷം 30 ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തൽ നടപടിക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സൗത്ത് വെസ്റ്റ് പോലീസ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഡൽഹിയിലെ എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ പ്രത്യേക പരിശോധന തുടരുകയാണ്. രാജ്യത്ത് അനധികൃതമായി തങ്ങുന്ന ബംഗ്ലാദേശി പൗരന്മാരെ കണ്ടെത്തുക, അവരെ അറസ്റ്റ് ചെയ്യുക, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ഏകോപിപ്പിച്ചുകൊണ്ട് അവരെ ബംഗ്ലാദേശിലേക്ക് തന്നെ നാട് കടത്തുക എന്നുള്ളതാണ് ഡൽഹി പോലീസ് സ്വീകരിച്ചു വരുന്ന നയം. അതിന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയാണ് ഡൽഹി ചീഫ് സെക്രട്ടറിക്കും പോലീസ് മേധാവിക്കും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പരിശോധന നിലവിൽ അസം, ത്രിപുര, മേഘാലയ ഉൾപ്പെടെയുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും നടന്നു വരികയാണ്. കാരണം അതിർത്തിയിൽ അനധികൃതമായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുകയും അല്ലെങ്കിൽ മറ്റു വിസകളിൽ, സന്ദർശക വിസകളിൽ വരെ എത്തി രാജ്യത്ത് അനധികൃതമായി തങ്ങുന്ന ബംഗ്ലാദേശി പൗരന്മാരുണ്ട്. അത് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് അനധികൃതമായി രാജ്യത്ത് തങ്ങുന്ന ബംഗ്ലാദേശി പൗരന്മാരെ ഉടൻ തന്നെ തിരിച്ചയക്കും എന്നുള്ള നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പരിശോധന ഡൽഹിയിൽ നടക്കുന്നത്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള പ്രത്യേക പരിശോധന തുടരുകയാണ്. ഭാരതത്തിലേക്ക് എത്തി പിന്നീട് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബംഗ്ലാദേശി കുടിയേറ്റക്കാർ, അതും ബംഗ്ലാദേശിൽ വിവിധ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകൾ പോലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലെടുക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. കേരളത്തിലും ഇത്തരത്തിൽ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർ താമസിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ IB നൽകിയിരുന്നു. അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ തുടർച്ചയായി ജനം TVയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏതായാലും ഡൽഹി ഉൾപ്പെടെ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കർശന പരിശോധന തുടരുകയാണ്. ഡൽഹിയിൽ ഇത്തരത്തിലുള്ള പരിശോധനയ്ക്കിടെയാണ് മയക്കുമരുന്നുമായി കൂടി 2 അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തിയിട്ടുള്ളത്. സൗത്ത് വെസ്റ്റ് ഡൽഹിയിൽ നിന്ന് മാത്രം 30 ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ ഈ ഒരു കുറച്ച് ദിവസങ്ങൾക്കിടെ നടത്തിയിട്ടുള്ള പരിശോധനയിൽ ബംഗ്ലാദേശിലേക്ക് നാട് കടത്തി. തുടർച്ചയായിട്ടുള്ള പരിശോധന, ഈ കർശനമായ പരിശോധന 2 മാസം നടത്തും. അതായത് ഒരു ദിവസമോ 2 ദിവസമോ നടത്തി പരിശോധന നിർത്താതെ തുടർച്ചയായ 2 മാസം അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനും അവരെ നാട് കടത്തുന്നതിനുമുള്ള പ്രത്യേക പരിശോധന തുടരും എന്നുള്ളതാണ് ഡൽഹി പോലീസ് അറിയിച്ചിട്ടുള്ളത്. ജിഷ്ണു, മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ അനധികൃതമായി വോട്ടർ പട്ടികയിലൊക്കെ ഇവർ കടന്നുകൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ജിഷ്ണു നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ നിന്നും പിടികൂടിയ ബംഗ്ലാദേശി പൗരൻ പശ്ചിമ ബംഗാളിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള ആളായിരുന്നു. അതുപോലെ തന്നെയാണ് ഡൽഹിയിലും. ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഈ അനധികൃത കുടിയേറ്റക്കാരെ നീക്കാനുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിട്ടുണ്ടല്ലോ. ആ നടപടികൾ കൂടി. നിരുമ, അത്തരത്തിൽ തിരിച്ചറിയൽ രേഖകൾ വ്യാജമായി ഉണ്ടാക്കിയവരെ ഒപ്പം രാജ്യത്തേക്ക് എത്തിക്കൊണ്ട് രാജ്യത്തിനകത്ത് ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടെ ഇടം നേടിയിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരെ, അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ എല്ലാം കണ്ടെത്തുന്നതിനുള്ള പരിശോധന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനൊപ്പം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടത്തി വരുന്നുണ്ട്. ഒപ്പം നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ചില സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളും കേരളത്തിൽ, ഡൽഹിയിൽ ആം ആദ്മിയും ഉൾപ്പെടെ ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ പ്രത്യേക വോട്ട് ബാങ്കായി കണക്കാക്കിക്കൊണ്ട് അവർക്ക്
അവർക്ക് വോട്ടവകാശം നൽകുന്നതിന്, അവരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് നിയമ നടപടികളോട് കണ്ണടയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥ. പശ്ചിമ ബംഗാളിൽ ഇതിന്റെ തുടർ കഥകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അനധികൃത കുടിയേറ്റക്കാർ ഭാരതത്തിലേക്ക് എത്തുകയും വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച് വോട്ടവകാശം വരെ നേടുന്നു. അതിനെതിരെ സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയതാണ്. അത്തരത്തിൽ നിരവധി സംഭവങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ മേഖലകളിൽ ഒരുങ്ങുന്നത്. ഏതായാലും ഈ ഒരു പരിശോധനയിൽ തന്നെ ഡൽഹിയിൽ നിന്ന് ഇത്തരം അനധികൃത കുടിയേറ്റക്കാർക്ക് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചു നൽകുന്ന സംഘത്തെ കൂടി പോലീസ് പിടികൂടിയിട്ടുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് ഭാരതത്തിലേക്ക് എത്തിയ ഉടൻ ഇവർ അവരുടെ യഥാർത്ഥ തിരിച്ചറിയൽ രേഖകൾ, ബംഗ്ലാദേശിലെ രേഖകൾ മുഴുവൻ നശിപ്പിച്ചു കളയും. പിന്നീട് തിരിച്ചറിയൽ രേഖകൾ വ്യാജമായി ഉണ്ടാക്കുകയും ട്രെയിനുകളിൽ സെക്കൻഡ് AC കോച്ചുകളിലോ ഫസ്റ്റ് AC കോച്ചുകളിലോ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യും. അത്തരത്തിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ പരിശോധനകൾ ഉണ്ടാകില്ല. അതുകൊണ്ട് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കുന്ന സംഘത്തെ കൂടി പോലീസ് പിടികൂടിയിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്തു വരികയാണ്. അവർ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചു നൽകിയിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാർ രാജ്യത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചും വിശദമായ പരിശോധന നടക്കുകയാണ്. നിലിമ, രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയാണ് ഭാരതം.